നമ്മുടെ ഈ ഡോക്യുമെൻ്ററി മുൻനിർത്തി ഒരു സംസാരം നടത്തുമ്പോൾ അതിൻ്റെ ഈ ഡോക്യുമെൻ്ററി പരാമർശിക്കുന്ന നമ്മുടെ കളിയാട്ടക്കാവും അതിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും ഈ കളിയാട്ടക്കാവുത്സവവും മമ്പുറം തങ്ങളും അല്ലെങ്കിൽ മമ്പുറം മഖാമും തമ്മിലുള്ള ബന്ധം ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ അത് ആ പാരമ്പര്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ ഗഫൂർ മാഷ് ഇവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ഒരു കാവു പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തെ മുഴുവനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെ, കാവുത്സവത്തിൻ്റെ സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെ, അതിൻ്റെ സാമുദായികമായിട്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റെ ചരിത്രത്തെ അട്ടിമറിക്കുകയും അതിന് ബദലായി ഒരു ക്ഷേത്ര വ്യവസ്ഥയാണ് ഇതെന്നുള്ള, ഒരു ബ്രാഹ്മണിക്കൽ റിച്വൽ കൾച്ചറാണ് ഇതെന്നുള്ളതുള്ള ഒരു പുതിയ ചരിത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് ഊഹിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിവിടെ മാത്രം ഒതുങ്ങിയിരിക്കുന്നൊരു കാര്യമല്ല. കേരളത്തിലെ കാവുകളെല്ലാം തന്നെ ക്ഷേത്രം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞൊരു 10-60 വർഷമായി വ്യാപകമായി നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മലബാറിലെ കാവുകളെല്ലാം തന്നെ. ഇപ്പം കാവുകൾ അടിസ്ഥാനപരമായി അബ്രാഹ്മണ അനുഷ്ഠാന ഇടങ്ങളാണ്. ബ്രാഹ്മണരുടേതല്ല കാവുകൾ. ഇപ്പം ഞാനത് പറയുന്ന പോലെ കാവുകളും ക്ഷേത്രങ്ങളും രണ്ടായി വേർതിരിഞ്ഞു നിന്ന ആരാധനയിടങ്ങളാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ പൂജിക്കുകയും ബ്രാഹ്മണരുടേതായിട്ടുള്ള അനുഷ്ഠാന വ്യവസ്ഥ, അവരുടെ ദൈവസങ്കല്പം, അനുഷ്ഠാന വ്യവസ്ഥ, അതിൻ്റെ പൗരോഹിത്യ രീതിയിലുള്ള സ്വഭാവങ്ങൾ, അതിൻ്റെ ആ കാവിനെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ എൻ്റെ അനുഷ്ഠാന വ്യവസ്ഥയും അതിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സാമൂഹ്യ ശക്തികളൊക്കെ വ്യത്യസ്തമായിരുന്നു. കാവുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മളത് വേറൊരു രീതിയിലൊരു എക്കോസിസ്റ്റമാണ്. പഴയ കാവുകൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള വൃക്ഷങ്ങളും എന്താ പറയുക, ഒരു എക്കോസിസ്റ്റം എന്ന് പറയും നമ്മൾ. സസ്യലതാദികളും വൃക്ഷങ്ങളൊക്കെ കൂടി നിൽക്കുന്ന വലിയൊരു ഒരു ഇടത്തെയാണ് കാവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്കോളജിക്കലായിട്ടുള്ള പ്രൊട്ടക്ഷൻ എല്ലാ കാവുകൾക്കും ഉണ്ട് സ്വാഭാവികമായി. അവിടുത്തെ മരങ്ങൾ, അതിൻ്റെ ഒരു വ്യവസ്ഥയെ തന്നെ ഇതുണ്ടാവും. അത് ആ പ്രദേശത്തെ ഒരു പ്രാദേശിക മൂർത്തിയായിരിക്കും കാവുകളുടെ ദൈവം. അത് അമ്മ ദൈവം ആവാം, അല്ലെങ്കിൽ മുത്തപ്പൻ കാവുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, മുത്തപ്പന്മാരായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന ദേവി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അമ്മ ദൈവങ്ങളുമായിട്ടുള്ള കാവുകളായിരിക്കും. അത് പ്രാദേശികമായിട്ടുള്ള അബ്രാഹ്മണ സമൂഹങ്ങളുടേതായിരിക്കും. ഒന്നെങ്കിൽ പുലയർ, പറയർ, കണക്കർ തുടങ്ങിയ വിഭാഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈഴവരുടെ കാവുകളായിരിക്കാം, അല്ലെങ്കിൽ ആശാരി, മൂശാരി, കൊല്ലം, തട്ടാൻ എന്ന് പറയുന്ന സമൂഹങ്ങളുടെയൊക്കെ വ്യത്യസ്ത കാവുകളുണ്ട്. കാവുകളിൽ തന്നെ ശ്രേണിപരമായ സ്വഭാവമുണ്ട്. ഈഴവരുടെ കാവുകൾ പോലെ അല്ല പുലയരുടെ കാവുകൾ. ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ പലപ്പോഴും ഇത്തരം സമൂഹങ്ങളുണ്ട് താനും. അതിൻ്റെ വേറെ കൂറ് ബന്ധങ്ങളൊക്കെ കാവുകളിലുണ്ട്. അപ്പോൾ ഈ കാവിൻ്റെ പുരാവൃത്തം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 8 പെൺമക്കളുള്ള പലരും പല സ്ഥലത്തേക്ക് പോയി എന്നും ഇവിടുത്തെ ഈ കാവിലുള്ള ആ മൂർത്തി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് വന്നിവിടെ കുടിയേറിയതാണെന്നുള്ളൊരു പുരാവൃത്തം അതിനുണ്ട്. അതിനൊരു തോറ്റമുണ്ട്. തോറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ, ആ സംഭവങ്ങളുടെ കഥ പറയുന്ന ഒരു പാട്ടാണ് തോറ്റം എന്ന് പറയുന്നത്. അപ്പോൾ തോറ്റങ്ങളിൽ ഈ ദേവി ഇവിടെ കുടിയിരുന്ന ഒരു പാരമ്പര്യം അത് പറയുന്നു. പിന്നീട് പല കാലഘട്ടങ്ങളിലായി അതിൻ്റെ രീതിയും പറയുന്നു. പിന്നീട് വേറൊരു ഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ മമ്പുറം തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഇവിടുത്തെ സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെയും ഇവിടുത്തെ പ്രാദേശിക സമൂഹങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റീസും നോൺ മുസ്ലിമായ കമ്മ്യൂണിറ്റികളെല്ലാവരെയും കൂട്ടി നിർത്തുന്ന ഒരു സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തിന് നെടുനായകത്വം വഹിച്ച ഒരു പണ്ഡിതൻ, സൂഫിവര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെയും ഈ പറയുന്ന തോറ്റത്തിൽ പരാമർശിക്കുന്നുണ്ട്. തങ്ങളുടെ പല കാര്യങ്ങളിൽ തോറ്റത്തിൽ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല ആ തോറ്റത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവിടെ അവകാശങ്ങളെക്കുറിച്ചും മമ്പുറത്തെ സൂചനകൾ ഉണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ ഉത്സവ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം. എല്ലാ മനുഷ്യരും കൂടി ചേർന്ന് നിൽക്കുകയും എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുന്നൊരു ഉത്സവാത്മകത അതിലുണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസിൽ നമുക്ക് കണ്ടല്ലോ.
അപ്പോൾ എന്താണ് മമ്പുറം തങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്? ഈ കോഴിക്കളിയാട്ടത്തിൽ പ്രമുഖമായി പങ്കെടുക്കുന്ന സമൂഹങ്ങളെല്ലാം ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ് കൂടുതലും. മറ്റുള്ള കീഴാള സമൂഹങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, അതിൻ്റെ മെയിനായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ. അത് കോഴിക്കളിയാട്ടമാണ്. രണ്ട് സമൂഹം കോഴി വെട്ടുന്ന, കോഴീനെ വെട്ടുക, അറുത്ത് കൊടുക്കുന്ന പാരമ്പര്യം അതെല്ലാം പ്രാദേശിക സമൂഹങ്ങൾ അത്ര രീതിയിലുണ്ട്. ബലി അർപ്പിക്കുക എന്ന് പറയുന്നത്, ബലി പെരുന്നാളിലും ബലി അർപ്പിക്കുന്നത് പോലെ തന്നെ മനസ്സിലായോ. പ്രാദേശിക സമൂഹങ്ങൾ കോഴി വെട്ടുക എന്നുള്ളതാണ്. കോഴി വെട്ടുന്നതായിരുന്നു നമ്മൾ കൊടുങ്ങല്ലൂർ കാവിൽ, ഭരണി കാവുണ്ടല്ലോ കൊടുങ്ങല്ലൂരിൽ, അവിടെയും കോഴിവെട്ടായിരുന്നു. അതൊക്കെ കോടതി നിരോധിച്ചുകൊണ്ടും ഇവിടെ നിരോധിച്ചുകൊണ്ടും ഇതാണ്, മനസ്സിലായോ. അപ്പോൾ കഴിച്ചു അപ്പോൾ അങ്ങനെ ഒരു തലമുണ്ട് അതിന്. അതെന്നാണ് ആരംഭിച്ചത്, എന്നാണത് തുടങ്ങിയതെന്ന് നമുക്ക് കൃത്യതയില്ല. ഈ കോഴിവെട്ട് ഉത്സവം തുടങ്ങിയത് എന്ന് ഒരുപക്ഷെ അത് കോഴിവെട്ട് ഉത്സവമായിരിക്കാം ആദ്യം കാലഘട്ടങ്ങളിലെ. കാവുകളിൽ വരെയും കോഴിവെട്ടുകയും ചെയ്യുന്ന സംഭവമാണ്. മറ്റുള്ള മുത്തപ്പൻ കാവുകളിൽ പലരും മദ്യവും മാംസവും പിന്നെ അർച്ചന കൊടുക്കുന്ന കാവ്, ക്ഷേത്രം മുത്തപ്പൻ കാവുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണൂര് മറ്റേ അത് തന്നെ കണ്ണൂരുള്ള നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് കേട്ടില്ലേ, പറശ്ശിനി മുത്തപ്പൻകാവ്. അവിടെ നായയാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട രക്ഷകൻ. നായയാണ് അയാളുടെ കാവൽ ദൈവം എന്ന് പറയുന്നത്, മനസ്സിലായി. രണ്ടാമത് മാംസമാണ്, ഇറച്ചിയാണ് ഭക്ഷണം അവിടെ ആരാധന. ഉണക്കമീനുമാണ്, കള്ളും ഉണ്ടാവും അവിടുത്തതാണ്. ഇങ്ങനത്തെ ഒരു ബ്രാഹ്മണിക്കൽ സംഭവമല്ല കാവുകളുടെ എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയും. അങ്ങനെ വൈവിധ്യങ്ങളായ ഒരു കാവുത്സവങ്ങളുടെ സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കളിയാട്ടം നടത്തുന്ന ആരാ എന്നുള്ളൊരു സംഭവമുണ്ട്. കളിയാടുന്നവരാരാണ്? ഈ കാവ് എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഇങ്ങനെയാണെങ്കിൽ പോലും അത് ബ്രാഹ്മണ സംഭവം അല്ലെങ്കിൽ പോലും നായന്മാരാണ് അതിൻ്റെ കൈക്കാരന്മാർ. ഈ ഇവിടുത്തെ മുന്നിയൂർ കളിയാട്ടക്കാവിലെ നായന്മാരാണത്. പുലേരുടെ കാവല്ലത്. പുലേരവിടെ ഈ ഇത് കെട്ടി അല്ലെങ്കിൽ അവർ കുതിര കെട്ടിച്ചെന്ന് അത് നടത്തി ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു, അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുന്നു, അതിൻ്റേതായിട്ടുള്ള ചിട്ടകളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കളിയാട്ട ഉത്സവത്തിൽ ഇവർ പങ്കെടുക്കുകയും അവർ അതിൻ്റെ പുരാവർത്തം ഇങ്ങനെ പറയുകയും ഉത്സവാത്മകമായി ഇങ്ങനെ പല വീടുകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ഒരു കുതിര കെട്ടി വരികയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിലുള്ളത് എന്നുള്ളതാണ്. പ്രൊസഷൻ നടത്തി വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് എന്ന് മുതലാണ് ഇത് ആരംഭിച്ചത് എന്ന് നമുക്ക് പുരാവർത്തത്തിലൊന്നും കൃത്യതയില്ല. മമ്പുറം തങ്ങൾ നമുക്കൊരു ചരിത്രപരം നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ചാൽ മമ്പുറം തങ്ങളെ എന്തുകൊണ്ട് ഇവരാ വന്നു ഇവിടെ മമ്പുറത്തെ മഖാമിൽ വന്നവർ വണങ്ങുന്നു അല്ലെങ്കിൽ അനുവാദം ചോദിക്കുന്നു. അല്ലെങ്കിൽ ഈ മുട്ടിച്ചിറ പള്ളിയിലെ ശ്രോതാക്കളുടെ പള്ളിയിൽ അവിടെ അവർ ഒന്ന് വന്ദിച്ച് അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംതിങ് വിച്ച് ഇസ് ദെയർ ടു റിലേറ്റ് ഒരു സംഭവമുണ്ട് അല്ലേ. എന്തായിരിക്കാം അതെന്നതിനെ കുറിച്ചുള്ള അസംഷൻസാണ്. അതിന് പല അവർ തന്നെ അവരുടേതായിട്ടുള്ള ആ തോറ്റത്തിൽ പറയുന്ന രീതി അവർ പറയുന്നുണ്ട്, അവരുടെ തന്നെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നുണ്ട്. പല ആളുകൾ അതൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളാട്ടോ. അപ്പോൾ തങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കീഴാള സമൂഹങ്ങളിൽ പലരും സൂഫി പാരമ്പര്യത്തിലേക്ക്, സൂഫി മാർഗത്തിലേക്ക് വന്ന് മുസ്ലിമായ ധാരാളം മനുഷ്യരുണ്ട് ഈ പ്രദേശം എന്നല്ല, മലബാർ പൊതുവെ. അതിൽ പറയരുണ്ടാവും, പുലയരുണ്ട്, ഈഴവരുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ നായന്മാരുണ്ട്, ബ്രാഹ്മണരുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കൺവേർഷൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, സൂഫി മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ കണക്കന്മാരും പുലയരും പറയരും മറ്റുള്ളവരും സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം പേര് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാമൂഹ്യ ഓർമ്മയായിരിക്കാം, അതായിരിക്കാം ഒരു പക്ഷേ ഇവിടേക്ക് എത്തിക്കുന്നത്, ഈ ഉത്സവത്തിൻ്റെ രീതിയിൽ ഇവരെ എത്തിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് വിചാരിക്കാം. കാരണം തങ്ങൾ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുകയും എല്ലാവരും സാഹോദര്യത്തോടു കൂടി കാണുകയും ചെയ്ത ഒരു രീതി തങ്ങൾ പാരമ്പര്യങ്ങൾക്കുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് മമ്പുറം തങ്ങന്മാർക്കുള്ളതുകൊണ്ട് ആ ഓർമ്മ അവർ പങ്കിടുന്നതായിരിക്കും. അതിൻ്റെ റെവറൻസ് മനസ്സിലായോ, അതിൻ്റെ ഒരു ആരാധ്യ പുരുഷൻ എന്ന രീതിയിൽ ഇടവന്ന് അതായിരിക്കും ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒരുപക്ഷെ ഇവർക്ക് ഈ കുതിര കെട്ടുവാനുള്ള അവകാശം സമ്മതം അല്ലെങ്കിൽ അവകാശം കൊടുത്തത് ആരാ എന്നുള്ളത് നമുക്ക് അറിയില്ല. നേരത്തെ കുതിര കെട്ടി ഉണ്ടായിരുന്നോ? ഈ കുതിര കെട്ടി പോകുന്ന ചെറിയ കുതിരയാണല്ലോ. ഇപ്പം പിന്നെ കാലത്തിനനുസരിച്ച് വലിയ കുതിര വലിയ രീതിയിലുള്ള ഹൂജ് സംഭവമായിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയ കുതിരകളായിരിക്കാം ആദ്യം. അപ്പോൾ ആ കുതിരയെ കെട്ടി ഇവരിങ്ങനെ തലാടി വരുന്ന സംഭവം നേരത്തെ ഉണ്ടായിരുന്നോ
വൈ അങ്ങനെയാണെങ്കിൽ എന്താണ് കുതിര മലബാറിൽ എന്നാ വന്നത് എന്നുള്ളൊരു സംഭവമൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. എന്നാൽ ഈ മലബാറിൽ കുതിര കൊണ്ടുവന്ന് ആരാ കൊണ്ടുവന്ന്? മലബാറിൽ കുതിര മധ്യകാലഘട്ടത്തിൽ കുതിര കച്ചവടം നടത്തുന്ന കുതിര ചെട്ടിമാരുണ്ട്. കാരണം എന്താ ഈ അറബിക്കടൽ വഴി സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇറാൻ, ഇറാഖ്, അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കടൽ വഴി കപ്പലിൽ കുതിരയെ കൊണ്ടുവരികയും ഈ പൊന്നാനി തുറമുഖത്ത് കുതിരയെ ഇറക്കുകയും അവിടുന്ന് പിന്നെ പുഴയിലൂടെ അല്ലെങ്കിൽ കരയിലൂടെയോ മോസ്റ്റ് പ്രോബ്ലി പുഴയിലൂടെ ചങ്ങാടത്തിൽ കൊണ്ടുപോയിരിക്കാം. നോർത്ത് വഴി വരും, ഡക്കാനിലൊക്കെ ഇത് വരും. പക്ഷെ നമുക്ക് നോർത്ത് വഴി വരുമ്പോൾ ഇങ്ങോട്ട് ഈ വെസ്റ്റേൺ ഗാർഡ്സ് വഴി കുതിരയ്ക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ പാലക്കാട് വഴിയാണ് കുതിര വരിക. അപ്പോൾ ഈ കുതിര കച്ചവടത്തിലുള്ള ഇതുണ്ട്. കാരണം കുതിര ചെട്ടിമാരുണ്ട്, കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വരേണ്യരായ ആളുകൾ രാജാക്കന്മാർ കുതിര ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. തങ്ങൾമാർ കുതിര ഉപയോഗിച്ചിരിക്കുക അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഈ പുലയർ പോലെയുള്ള കീഴാള സമൂഹങ്ങൾക്ക് ഈ കുതിരയെ കെട്ടിയാടുന്ന ഒരു സംഭവം അത് ഒരു പ്രാദേശിക സമൂഹത്തിൻ്റെ ബുദ്ധി അങ്ങനെ ഇല്ല. അത് ഞാനതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കുതിര കെട്ടി വരവ് നടത്തുവാനുള്ള ഒരു അനുവാദം ഒരുപക്ഷെ തങ്ങൾ കൊടുത്തായിരിക്കാം. അല്ല അതുകൊണ്ടായിരിക്കാം അവരിവിടെ വരുന്നത്. അല്ലെങ്കിൽ തങ്ങളോടുള്ള റെഫറൻസ് കൊണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആ ലിങ്കേജ് ഉണ്ട്. അത് കാണിക്കുന്നത് മലബാറിലെ കീഴാള സമൂഹങ്ങളിൽ ഈ തങ്ങൾ പാരമ്പര്യങ്ങളോട് വലിയ രീതിയിൽ ആരാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ലെഗസി, ഒരു കൾച്ചർ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും മനുഷ്യരെ തുല്യതയോടുകൂടി സാഹോദര്യത്തോടുകൂടി കാണുന്ന തങ്ങന്മാരുടെ ഒരു സാമൂഹ്യ സാഹോദര്യം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ സൂഫി പാരമ്പര്യങ്ങളുടെ ഒരു സംഭവം തുല്യതാ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. കുറേ മനുഷ്യർ ഇസ്ലാമായി മാറി. ഇവരിൽ നിന്ന് പറയരും പുലയരും വീഴവർക്ക് ഇസ്ലാമായി മാറി. മാറാത്ത ആളുകൾ ഇവിടെ വന്ന് എൻ്റെ ഇത് സംഭവം ഓക്കെ അതങ്ങനെ പോകുന്നൊരു പാരമ്പര്യം ഉണ്ടായി വരികയും ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഇത്ര വിശദീകരിക്കാൻ കാരണം ആ പാരമ്പര്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു പുതിയൊരു ചരിത്രം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. ഇത് ഹിന്ദു സംഭവമാണ്. ഇത് 2500 വർഷം മുമ്പേ ഉള്ള ഭഗവതി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമാണ് എന്നുള്ളൊരു ചരിത്രം ഉണ്ടാക്കി കൊള്ളുകയും അല്ല അതൊക്കെ ബ്രാഹ്മണിക്കലായിട്ടുള്ള സംഭവം ഉണ്ടാക്കിയ സാധനമാണ്. കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ആ തോറ്റത്തിൽ ചില സാധന സൂചനകളുണ്ട്. എത്ര ഉള്ളു ഭഗവതി എന്ന് പറയുന്ന രീതി. വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് ഏതൊരു സാധാരണ രീതിയിൽ ഒരു അനുഷ്ഠാന ഇതില് ഗണപതിയെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തടസ്സം മാറ്റുന്ന ഒരു ദേവൻ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന രീതിയിലാണ്. അതായത് ഗണപതിക്ക് തേങ്ങ ഉടച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ തടസ്സങ്ങൾ ഉണ്ടാവരുത്. ഗണപതി അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കും, വിഘ്നത്തെ ഒഴിവാക്കുന്ന ആളാണെന്നാണ്. അതെല്ലാം പാരമ്പര്യങ്ങളും കീഴാളരും എല്ലാവരും അല്ല ഞാൻ പറയട്ടെ. ആ ഗണപതി ഒരു ബ്രാഹ്മണ ദൈവം അല്ല ബേസിക്കലി. അല്ലല്ല അന്നുണ്ട്. അതാ പറഞ്ഞേ ശിവന്റെ ഇതായിട്ടാണല്ലോ മകനായിട്ടാണല്ലോ ഗണപതി ഇത് ചെയ്യുന്നത്. അതായത് അത് പിന്നീട് സംഭവിക്കുന്ന ഞാൻ പറയുന്നത് ഇവിടെ നിന്ന തദ്ദേശീയവും കീഴാളവുമായിട്ടുള്ള പല ദൈവങ്ങളെയും ബ്രാഹ്മണരുടെ ആധിപത്യവും ക്ഷേത്രവസ്ഥയും ഉണ്ടായി വരുമ്പോൾ അവർ സംസ്കൃതവൽക്കരിച്ച് അവരുടെ ഇതിഹാസ പുരാണ പാരമ്പര്യത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് പല ദൈവങ്ങളെ. അമ്മ ദൈവങ്ങളെ ഭഗവതിയൊക്കെ പിന്നീട് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളായി മാറുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? തദ്ദേശീയമായിട്ടുള്ള ഗോത്രദൈവങ്ങളെ പോലും സംസ്കൃതവൽക്കരിച്ച് ഈ ബ്രാഹ്മണ ദൈവങ്ങളുടെ ഭാഗമാക്കി ഒന്നെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ സഹോദരി അവരെ അടുത്ത് നിൽക്കുന്ന ദൈവം അപ്പുറം അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഭൂതഗണങ്ങളൊക്കെ ശിവൻ ഒരുപാട് ഭൂതഗണങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് എല്ലാ പാരമ്പര്യങ്ങളും ഇത് അവിടെ എവിടെയൊക്കെ കയറി വരും സ്വാഭാവികമായിട്ടും. അത് പുരാവർത്തങ്ങളിൽ കയറി വരാം, അല്ലെങ്കിൽ മിത്തുകളിലേക്ക് ഈ സംഭവങ്ങളൊക്കെ കയറി വരാം. അപ്പം ഇത് നമ്മൾ കാണിക്കുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ളൊരു കൂടിവരവിൻ്റെ കൂടിച്ചേരലിൻ്റെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ തന്നെയുള്ള കീഴാള വിഭാഗങ്ങൾ മുസ്ലിങ്ങളുമായിട്ടുള്ള ഒന്ന് കാവുത്സവങ്ങൾ, ദേവൻ്റെ നേർച്ചകളിൽ ഉണ്ടാവും. ചന്ദനക്കുടം എൻ്റെ നാട്ടിലൊക്കെയാണ് ഞാൻ മധ്യകാലത്ത് വരുന്ന ഒരാളെന്ന് ചന്ദനക്കുടമാണ് ഇവിടെ കേട്ടിട്ടുണ്ട്. ചന്ദ്രക്കുടങ്ങളിലൊക്കെ ധാരാളം അടുത്തുള്ള ക്ഷേത്രത്തിലും ഇപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്ക് വരവിലും ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ പ്രോസഷൻ ജാഥ നടക്കുമ്പോൾ അവിടെ ചെന്ന് ആന ഇതിലൊക്കെ എല്ലാ സംഭവം നമുക്ക് കാണാവുന്ന സംഭവങ്ങളാണ്. ഇവിടെയുള്ള പല പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും നേർച്ചകളിലൊക്കെ നമുക്ക് പരസ്പരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പരസ്പരം നിൽക്കുന്ന ഒരു കൾച്ചറാണ് നമുക്ക് കാണുന്നത്.
അപ്പം ഇങ്ങനെ ഈ പ്രാദേശികമായി നിൽക്കുന്ന ഇത്തരം സാമൂഹ്യ പാരസ്പര്യങ്ങളും ഉത്സവ സ്വഭാവങ്ങളും അതിലുള്ള കൊടുക്കൽ വാങ്ങുകളും അതിലുള്ള മനുഷ്യരുടെ ഇഴുകിച്ചേരലുകളെ മതപരമായി വിഭജിക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് സത്യത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുമ്പോൾ ഇത്തരം പ്രാദേശികമായ സമൂഹങ്ങളുടെ അവരുടെ മിത്തുകളിലൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇത് പ്രാദേശികമായ ചരിത്രത്തിൽ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ് ഹെറിറ്റേജ് എന്ന് പറയും, ഇത്തരത്തിൽ കാണുന്ന ഇതിനെല്ലാം തുടച്ചു മാറ്റുകയും അതിന് ബദലായി ഒരു മിത്തിക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കുകയാണ് ഓൾട്ടർനേറ്റീവായിട്ട്. അപ്പം അത് ആ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന പൊളിറ്റിക്കലായ ഒരു സംഭവമാണ്, മനസ്സിലാക്കുക. അത് രാഷ്ട്രീയമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ഈ ഇവിടെ നിലനിന്നിരുന്ന ചരിത്രപരമായി നിലനിന്നിരുന്ന സാമൂഹ്യ ബന്ധങ്ങൾ, പാരസ്പര്യങ്ങൾ, മതപരവും ജാതീയപരവുമായിട്ടുള്ള പരസ്പരമുള്ള ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങുകൾ, അതെല്ലാം ദൃശ്യപ്പെടുന്നതാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. അതിൽ ചന്തയുടെ സംഭവമുണ്ട്, ഞാൻ പറഞ്ഞില്ല, കളിയാട്ടത്തിൽ പല പല വിഭാഗങ്ങൾ പങ്കെടുക്കുന്നതുണ്ട്, പല പല മിത്തിൻ്റെ സംഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അവർ അനുവാദം ചോദിച്ച് പോകുന്ന, കോഴിക്കളിയാട്ടത്തിൽ പോകുന്ന, കുതിര കെട്ടി പോകുന്ന ആളുകൂടെ ഒന്ന് അനുവാദം ചോദിച്ച് മുട്ടേറപ്പള്ളിയിൽ പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ പരസ്പരമുള്ള മനുഷ്യൻ്റെയും പാരസ്പര്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ചില ഇടങ്ങളാണ്, മനസ്സിലായോ. ഈ ഇടങ്ങളെ നിലനിർത്തുകയും ഇതിൻ്റെ ചരിത്രത്തെ, അതിൻ്റെ ഈ ട്രഡീഷനെ, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ലെഗസിയെ, അതിൻ്റെ എന്താ പറയുക ഹെറിറ്റേജിനെ നമുക്ക് അതേ രീതിയിൽ നിലനിർത്തേണ്ടതുണ്ട്, മനസ്സിലായോ. അതൊരു ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് വേറെ തരത്തിൽ. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ അർത്ഥത്തിൽ കേവലം രാഷ്ട്രീയ അർത്ഥത്തിലല്ല, അതിനെ നമ്മളിങ്ങനെ കണ്ടെടുക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അതിനാവശ്യമായ രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ വിഭജന രാഷ്ട്രീയത്തെയും വിഭജന രീതിയിലുള്ള ശ്രമങ്ങളെ നമുക്ക് തടുത്തു നിൽക്കാൻ പറ്റുള്ളൂ. സാമൂഹ്യ പാരസ്പര്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കളിയാട്ട ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇതുപോലൊരു ഡോക്യുമെൻ്ററിയുടെ ഒരു ഉദ്ദേശവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നമ്മളതിനെ മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഹെറിറ്റേജ് പഠനങ്ങൾ, ഇത്തരം പഠനങ്ങളെയാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ പള്ളികളിൽ ഒന്നായിട്ടുള്ള പിന്നെ നമ്മുടെ നിങ്ങൾ പറഞ്ഞ കൊഴിഞ്ഞിപ്പള്ളി, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ തങ്ങൾ പാർമികത്വം വഹിച്ചുണ്ടാക്കിയ പല പള്ളികളുണ്ട്. പല പള്ളികളും അദ്ദേഹം പുതുക്കി പണിതിട്ടുണ്ട്. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിലെ ഇടപെടലുകളിലും, പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലും. അപ്പോൾ അങ്ങനെ നമുക്ക് അതൊക്കെ കണ്ടെടുക്കുകയും ഈ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ പാരസ്പര്യവും അതിനെ തുടർന്ന് മലബാറിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. മറ്റു പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി മലബാറിലെ ഒരു സാമൂഹ്യ സാഹോദര്യത്തിൻ്റെ പരസ്പര പരമുള്ള മനുഷ്യരുടെ സഹായങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അതിനെ തകർക്കുക എന്നുള്ളത്, അതിലേക്ക് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് ഹിന്ദുത്വ ശക്തികളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്, ദേശീയമായിട്ടുള്ളത്. കേരളത്തിൽ മാത്രമുള്ള ഒരു അജണ്ടയല്ല, ദേശീയമായി ഈ മലപ്പുറത്തെയും മലബാറിനെയും കേന്ദ്രീകരിച്ച ഒരു രാഷ്ട്രീയതാണ്. അതിൻ്റെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കുംഭമേളയൊക്കെ നടത്തുന്നത്, മനസ്സിലായോ. തിരുനാവായിൽ കുംഭമേള നടത്തുന്നു, ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഹിന്ദു ഉത്സവമാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള വേറൊരു ചരിത്രം ഉണ്ടാക്കുന്നു. കളിയാട്ടക്കാവിന് ഹിന്ദുക്കളുടേതായിട്ടുള്ള, അല്ലെങ്കിൽ അത് ഭഗവതിയുടെയാണ്, അല്ലെ ദേവിയുടെ ഹിസ്റ്ററിയാണ് ഉണ്ടാക്കുന്നത്. അത് മുസ്ലിങ്ങളുമായിട്ടോ തങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ കോഴിവെട്ടലിനെതിരാണ് അത് പേര്, മനസ്സിലായോ, കളിയാട്ടം എന്നുള്ളത്. അപ്പോൾ അതൊരു സംഭവം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സവർണ സംസ്കാരമല്ല. ഏത് കോഴിവെട്ട്, ആടിനെ ബലിയർപ്പിക്കുന്നത് സവർണ വിശ്വാസ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഒരു ആദ്യകാലത്ത് ആയിരുന്നു. കാരണം ഈ എല്ലാ ബ്രാഹ്മണരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ രീതിയിലുള്ള ഈ പറഞ്ഞ സാക്രിഫൈസസ് ഉണ്ടല്ലോ, കുതിരയെയും പശുവിനെയും കാളയെയും ഒക്കെ അർപ്പിച്ചാണ്, ഈ ബലി അർപ്പിച്ചിട്ട് ആ മാംസം കഴിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണർ അവരുടെ അനുഷ്ഠാനം നടത്തിയിരുന്നത്. വേറൊരു ഘട്ടത്തിൽ അവർ ഇത് ഉപേക്ഷിക്കുകയും അതിന് പകരമായി വേറെ റിച്വൽസിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ബ്രാഹ്മണ സംഭവം ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബലിയൊന്നും പാടില്ല, മനസ്സിലായോ. ആ ബലി സംഭവങ്ങൾ വന്നാൽ അത് ബ്രാഹ്മണ സംഭവമല്ല. അതുകൊണ്ടാണ് ഇതിനെതിരെ ഇവർ തന്നെയാണല്ലോ കോടതി പോകുന്നത്. ഇത് പാടില്ല, കോഴിവെട്ടിൽ പാടില്ല എന്ന രീതിയിൽ. അപ്പം അത് തികച്ചും ബ്രാഹ്മണ്യ ഉത്സവവും ബ്രാഹ്മണ്യ കൾച്ചറുമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഴിവെട്ട് പാടില്ല എന്നുള്ള സംഭവം ഉണ്ടായി വരുന്നത്. ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് വരുന്നത്, മനസ്സിലായോ. അത് ഞാൻ പറഞ്ഞാൽ ലീഗൽ ആസ്പെക്റ്റ് അല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു കൾച്ചറൽ റിച്വൽ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചർ കാവുകളിൽ ഡോമിനൻസ് ആവുകയും ആ കാവുകളിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ ഉത്സവങ്ങളും പരമ്പരാഗതമായ ആരാധനയ്ക്കും എതിരായി
പ്രവർത്തിച്ചുകൊണ്ട് അത് അതിൻ്റെ അബ്രാഹ്മണ പാരമ്പര്യങ്ങളെ മുഴുവൻ ഒഴിവാക്കി കളയുന്നു. അല്ലെങ്കിൽ അത് മറ്റ് മുസ്ലിങ്ങൾ പോലെയുള്ള സമൂഹങ്ങളുമായിട്ടുള്ള അതിൻ്റെ പാരസ്പര്യ ബന്ധങ്ങളെ ഒഴിവാക്കി കളയുന്നു. എന്നിട്ട് തികച്ചും ഹിന്ദു, സോക്കോൾഡ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ട്രഡീഷനാക്കി ഇതിനെ മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ജാഗ്രതയോടുകൂടി സമീപിക്കുകയും ഇതിൻ്റെ സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെയും മതപരമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെയും സാമുദായികമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു തലത്തെ നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്നതാണ് ഇത് നമ്മുടെ ഈ ഡോക്യുമെൻ്ററികൾ നൽകുന്ന ഒരു സന്ദേശം. അത് നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ബംഗാളിലെ കാളി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഗോത്ര സ്ത്രീ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭഗവതികളാണ് ഇവിടെ. കാളിക്ക് പകരം ഇവിടെ ഭഗവതിയാണ്. ഭഗവതി കാവുകളാണ് അതെല്ലാം. അതെ അതെ, 2 കാവ് പാരമ്പര്യമുള്ള, അതായത് ഒന്ന് ഭഗവതി കാവുകൾ. ഇപ്പൊ നമ്മള് കൊടുങ്ങല്ലൂർ ഭഗവതി കാവാണ്. കൊടുങ്ങല്ലൂർ കാവുണ്ടല്ലോ, പ്രധാനപ്പെട്ട ഇതാണ്. അല്ലെങ്കിൽ പിന്നെ മുത്തപ്പൻ കാവുകളാണ് പിന്നീടുള്ളത്. മുത്തപ്പൻ എന്ന് പറഞ്ഞ ആൻസെസ്റ്റർ എന്ന് അർത്ഥമേ ഉള്ളൂ. മുത്തപ്പൻ എന്ന് പറഞ്ഞ ആൻസെസ്റ്റർ, ഒരു 10, 4, 5 തലമുറയ്ക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു മൂപ്പൻ, ഒരു സമുദായത്തിന്റെ. അയാൾ പിന്നെ ദൈവമായി മാറുന്നു, ദൈവമായിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാവുകളിലെ ഒരു സ്ഥലത്തൊരു കാവുണ്ടെങ്കിൽ പലപ്പോഴും പലതരത്തിലുള്ളതായിരിക്കും. ഈഴവരുടെ അധികാരമുള്ള കാവുകൾ ഉണ്ടാവും. ഈഴവ ഫാമിലിയോ ആയിരിക്കും ആ കാവിൻ്റെ അധികാരികൾ. അവിടുത്തെ ഒരു ദൈനംദിന അനുഷ്ഠാനങ്ങളോ പൂജയൊക്കെ നടത്തുന്ന ഏതെങ്കിലും ആ ഈഴവ ഫാമിലി ആയിരിക്കും, തറവാടായിരിക്കും. നായന്മാരുടെ നിയന്ത്രണത്തിലുള്ള കാവുകളുണ്ട്, തറകളിൽ അവരുടെ കാവുകളുണ്ട്. അതിന് തറയിലും നായർ തറവാടുകൾ ഉണ്ടാവും. ആ തറവാടുകളും അവരുടെ കുടുംബങ്ങളെ അംഗങ്ങളെ അവരുടെ കുടുംബക്ഷേത്രം പോലെയാണ് ആ കാവിനെ കാണുന്നത്. അവിടെ എല്ലാ വർഷവും ഉത്സവം നടക്കും, ദൈനംദിനമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ അതിൽ. അപ്പോൾ ആ ഉത്സവം നടക്കുമ്പോൾ പല കമ്മ്യൂണിറ്റീസും അതിൽ പങ്കെടുക്കാൻ വരും. അവർക്ക് പങ്കെടുക്കാം, ഉത്സവത്തിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെയാണ് ഈ കാവും. ഇതൊരു നായന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാവാണ്. അവരാണ് അവരുടെ അവകാശം, അവരുടെ അതിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് കാവ് നിൽക്കുന്നത്. അതിൽ ദൈനംദിന റിച്വൽസിലൊന്നും മറ്റുള്ള വിഭാഗങ്ങൾക്കൊന്നും അധിക അവകാശങ്ങളൊന്നുമില്ല. ഉത്സവത്തിൻ്റെ അന്ന് ചില ആളുകൾക്ക് അവിടെ വരാം, ഈ കുതിര കെട്ടി വന്ന് അവിടെ അവരെ ആടാം പാടാം. അവർക്ക് ആ കുതിരയൊക്കെ അവിടെ ഇട്ട് അതവിടെ ഒരു പറമ്പിലിട്ട് പോവാം, അത്രേ ഉള്ളൂ. ഇതിന്റെ ഹിസ്റ്ററി എന്ത് തന്നെയാണെങ്കിലും, ഇതിന്റെ ഒറിജിൻ എന്ത് തന്നെയാണെങ്കിലും, ഇതൊരു കാവ് പാരമ്പര്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ്. കാവ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷേത്രവുമായിട്ട് ആരാധനക്രമങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലുള്ള ദൈവമല്ല, ബ്രാഹ്മണരുടെ പൂജ അതിലില്ല. കാവില് ബ്രാഹ്മണ ദൈവ ആരാധനാനുഷ്ഠാനങ്ങളില്ല, ബ്രാഹ്മണരുടെ പൂജാവിധികളൊന്നും അതിലില്ല. കാവ് എന്ന് പറഞ്ഞാൽ ആർക്കും പോയി പൂജ ചെയ്യാവുന്ന സ്ഥലമാണ്. ഐഡിയലായിട്ട് പറഞ്ഞത് കാവിന് ഒരു ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ ഇല്ല. കാവിൽ എന്ന് പറഞ്ഞാൽ കുറേ വൃക്ഷം ഉണ്ടാവും. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആരാധനാമൂർത്തി ഉണ്ടാവും. അത്ര ഇതൊക്കെ ഉള്ളൂ കാവില്. പിന്നീടാണ് ഈ വേറൊരു ഘട്ടത്തിലാണ് ക്ഷേത്രം പോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കി കാവ് എന്നാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പൂജ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പൂജ ചെയ്യിപ്പിച്ച് അതിനെ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇപ്പോൾ പല കാവുകളും ഉണ്ടായി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഹിന്ദു ക്ഷേത്രത്തിൻ്റെ സ്വഭാവമുള്ള ഒരു മൂർത്തിയായിട്ട് ആ കാവിലെ ദേവതയെ, അതായത് ഭഗവതിയെ അല്ലെങ്കിൽ മുത്തപ്പനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുരാവർത്തം ആവശ്യമാണ്. ഹിന്ദു പുരാവർത്തം ചരിത്രം അതിന് ആവശ്യമാണ്. മനസ്സിലായോ? ഇത് ഒന്നെങ്കിലും മറ്റേ ശിവനിൽ ഉണ്ടായതാണ് അല്ലെങ്കിൽ വിഷ്ണുവിൽ നിന്നുണ്ടായതാണ് എന്നുള്ളൊരു കഥ ഉണ്ടാക്കണം. ആ കഥ ഇപ്പോൾ എഴുതിയുണ്ടാക്കുക എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു ഹിന്ദു ക്ഷേത്രമാക്കി ഇതിനെ മാറ്റി പിന്നെ ആ പാരമ്പര്യത്തിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ഹൈന്ദവികമല്ലാത്ത ട്രഡീഷനെല്ലാം അതും മാറ്റിക്കളയും. അതിൽ ഈ പറഞ്ഞ തങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വേറെ കമ്മ്യൂണിറ്റിയുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം അതിനെ മാറ്റിക്കിട്ട് ഇതിനൊരു പ്യൂരിറ്റൻ സ്വഭാവത്തിലുള്ള ഒരു ഹിന്ദു ശുദ്ധി സംഭവത്തിലുള്ള ഒരു ദൈവവും ഒരു ഭഗവതിയും. മനസ്സിലായോ? ഭഗവതി എന്ന് പറയുന്ന ഒരു ദേവിയാവും. ദേവിക്ക് ഒരു പുരാവൃത്തം ഉണ്ടാവും. അതെന്ത് ചെയ്യും, പുരാണ കഥയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിന്ദു ഹൈന്ദവിക സംഭവത്തിലേക്ക് അതിനെ ബന്ധപ്പെടുത്തും. അങ്ങനെ ബന്ധപ്പെടുത്തിയൊരു കഥയും. പിന്നെ ഇതൊക്കെ അശുദ്ധമാണല്ലോ, ഇസ്ലാമിൻ്റെ ഘടകം തങ്ങളൊക്കെ വന്നത് അശുദ്ധമായ സംഭവമാണ്. ഇത് പിന്നെ പറയരെയും പുലയരെയും ആട്ടവും തുള്ളലും പാട്ടൊക്കെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണിക്ക് റിച്വൽ കൾച്ചറിന് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കളയും. ശുദ്ധമായ ഒരു ഹിന്ദു പാരമ്പര്യമുള്ള ഒരു ദേവിയാക്കി ഇതിനെ മാറ്റുകയും ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്യും. ആ പ്രോസസ്സാണ് കഴിഞ്ഞ
കുറേ നാളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതിന് മാത്രമല്ല, കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ കാവുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ സംഭവങ്ങളെ പ്രാദേശികമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പുരാവർത്തം, അതിൻ്റെ ഓറലായിട്ടുള്ള, അതിൻ്റെ ഈ പറയുന്നതിൽ തോറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അത് വെച്ചിട്ട് ഇതിനെ പഠിക്കുക, അത് നമ്മൾ പ്രചരിപ്പിക്കുക, അതിനെക്കുറിച്ച് ഡിസ്കഷൻ സംഘടിപ്പിക്കുക.